സാധാരണ ഒരു ജൂലൈ ആകുമ്പോഴത്തേക്കും നമ്മൾക്ക് ഈ ബുട്ട എന്ന് പറയും നമ്മളതിനെ, മനസ്സിലായില്ലേ സംഭവം എന്താന്ന്? നമുക്കിവിടെ ഡൽഹിയിൽ കിട്ടാൻ തുടങ്ങും. കാരണം എന്താ, മഴ പെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന സംഭവമാണ് ബുട്ട. ആ ഡൽഹി വന്നിട്ട് ഇത് നോക്കാത്ത സ്ഥലമില്ല, ഫൈനലി ഇത് കിട്ടി. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന പറഞ്ഞാൽ ഒരു ചെറിയൊരു ടോപ്പിക്കിനെ പറ്റിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ചെറിയ ടോപ്പിക്കല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണിത്. ഇതിനാണ് പറയുന്നത് നമ്മൾ ഡിസ്ക്രിമിനേഷൻ പ്ലസ് റേസിസം, അങ്ങനെ പല ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്ക്. ഇത് കൂടുതലും നടക്കുന്നത് നമ്മുടെ ഇന്ത്യയിലാണ്. ഞാൻ 2 ദിവസം മുമ്പ് ഒരു വ്ളോഗ് ഇട്ടിരുന്നു, ഒരു ഫണ്ട് റൈസറിൻ്റെ ഇവൻറ്റിനെ പറ്റിയിട്ടുള്ളത്. അതിൽ കൂടുതലും നോർത്ത് ഈസ്റ്റേണിൻ്റെ ആൾക്കാരായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരാൾ അവിടെ കമൻറ്റ് ചെയ്തിരുന്നു, എന്നുവെച്ചാൽ ചോറിൻ്റെ കൂടെയും മന്തിയുടെ കൂടെയും എന്ത് ഭക്ഷണമായാലും ശരി അതിൻ്റെ ഒപ്പം മയണീസ് കൂട്ടി കഴിക്കണ ഒരു ജാതി, വല്ലാത്തൊരു ജാതി എന്നും പറഞ്ഞിട്ട്. എൻ്റെ പൊന്ന് സഹോദര, എനിക്ക് ഇതിനെപ്പറ്റി എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ. നിങ്ങൾ കണ്ട ജാതി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഫിലിപ്പീനുകളായിരിക്കും. അതിനെ പറ്റിയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് തിരിച്ച്. ഫിലിപ്പീനുകൾ ചെയ്യാറുണ്ട് അങ്ങനെ. പിന്നെ അങ്ങനെ പല ഡിഫറെൻറ്റ് എന്ന് വെച്ചാൽ നാഷണാലിറ്റി ആയ ആൾക്കാർ അവരുടെ ഡിഫറെൻറ്റ് ഭക്ഷണ രീതികളുണ്ട്. അപ്പം നമ്മളുടെ ഭക്ഷണ രീതി ബെസ്റ്റ് ഭക്ഷണ രീതി എന്നും പറഞ്ഞിട്ട് നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് ഇത് കമൻറ്റ് ബോക്സിൽ കൂടെ പറ. നമ്മളുടെ ഭക്ഷണം ലോകത്തിലെ ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറഞ്ഞത് നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന നിർബന്ധമുണ്ടോ? ഇപ്പം ഞാൻ ഇരിക്കുന്നത് ഈ പാർക്കിൽ ഉള്ളതെല്ലാതും ഇന്ത്യൻസാണ്. ഇപ്പോൾ ഈ പോകുന്നത് തന്നെ ഇവരെ കണ്ടാൽ നമ്മൾക്ക് തോന്നും എന്താണ് പറയുക, ഏഷ്യക്കാരാണ്. നമ്മൾ ഏഷ്യക്കാർ തന്നെയാണ്, പക്ഷെ അവരുടെ ഇത് കണ്ടാൽ തോന്നും, ഫേസ് കണ്ടാൽ തോന്നും. വെച്ചാൽ എൻ്റെ വൈഫും അവിടെ നിന്നാണ്, മണിപ്പൂരിൽ നിന്നാണ്. അപ്പം നോർമൽ ഒരു ജോഗ്രഫിക്കലും പിന്നെ ജനറൽ നോളജ് ഇല്ലാത്ത ആൾക്കാരാണ് ഇതിനെ പറ്റിയിട്ട് സംസാരിക്കാറ്. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിരുന്നു, അവർ കഴിക്കുന്ന ഭക്ഷണവും കാണിച്ചു. നല്ല കറിയുള്ള ചോറുള്ള ഭക്ഷണം തന്നെയാണ് അവരും കഴിക്കുന്നത്. പക്ഷെ അതല്ല പ്രശ്നം. എന്തുകൊണ്ട് ചോറ് മയനീസ് കൊണ്ട് കഴിച്ചൂടാ? നിങ്ങൾ തന്നെ ഈ ഡയലോഗ് അടിച്ച ആൾ തന്നെ, നിങ്ങൾക്ക് ഭക്ഷണം കിട്ടാണ്ടാവുമ്പോൾ നിങ്ങളുടെ കയ്യിൽ വെറും ചോറും മയനീസും മാത്രമേ ഉണ്ടാവുള്ളൂ, നല്ല വിശപ്പും ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ചെന്ന് പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? ചോറ് വെച്ച് മയനീസ് വെച്ച് കഴിക്കൂലേ സഹോദര? ഇപ്പം നമ്മുടെ തന്നെ ഇന്ത്യയിലെ ഭക്ഷണത്തിനെ പറ്റിയിട്ട്, കറീനെ പറ്റിയിട്ട്, സ്പൈസി ഫുഡിനെ പറ്റിയിട്ട് പല യൂറോപ്യൻസ് തന്നെ നമ്മളെ കളിയാക്കാറുണ്ട്. പല ടൈപ്പ് ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് 5 ഫിംഗേഴ്സ് ആർ നോട്ട് സെയിം. അത് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് നോർത്ത് ഇന്ത്യൻസ് സൗത്ത് ഇന്ത്യൻസിനോടും, സൗത്ത് ഇന്ത്യൻസ് നോർത്ത് ഇന്ത്യൻസിനോടും, അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഇന്ത്യൻസിനോടും, അല്ലെങ്കിൽ വെസ്റ്റ് ഇന്ത്യൻസിനോടും നമ്മളുടെ സ്വന്തം കൾച്ചറിനെ വരെ എന്ന് വെച്ചാൽ കളിയാക്കണ ജാതികളാണ് നമ്മളുടെ ഇന്ത്യയിലുള്ളത്. എന്തുകൊണ്ട് നമ്മൾക്ക് ചേഞ്ച് ആയിക്കൂടാ? എന്തുകൊണ്ട് നമ്മൾ തന്നെ കഴിക്കുന്ന ഭക്ഷണമോ അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഒരു രീതിയോ മറ്റുള്ളവരുടെ ഇതിനെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കാതെ അവരിതിൽ ജീവിച്ചോട്ടെ, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? നിങ്ങൾ ചെയ്യണതും നിങ്ങൾ തിന്നണതും നിങ്ങളുടെ ഇടുന്ന വേഷഭൂഷാഷ്ടികളും അതൊക്കെ നല്ലതാണെന്നാണ് നിങ്ങൾ പറയുന്നത്. ഇപ്പോൾ എൻ്റെ വൈഫിൻ്റെ തന്നെ, ഞാൻ എൻ്റെ വൈഫിൻ്റെ ഒപ്പം ആദ്യത്തെ വീഡിയോ ഇട്ടപ്പോൾ അതിലും കുറേ കമൻസ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഡിലീറ്റ് ചെയ്തു. നിനക്ക് വേറെ എവിടെ നിന്നും കല്യാണം കഴിക്കാൻ കിട്ടിയില്ലേ, ഒരു ചൈനക്കാർ തന്നെ കെട്ടണോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ളൊരു കമൻ്റാണ്. എന്താണോ ചൈനക്കാരെ കിട്ടിയാൽ പ്രശ്നമുണ്ടോ? അവർ മനുഷ്യന്മാരല്ലേ? എന്താണ് നമ്മൾക്ക് യൂറോപ്യൻസിനെ കിട്ടിയാൽ എന്താ? അവർ മനുഷ്യന്മാരല്ലേ? നിങ്ങൾ നിങ്ങളുടെ ജീവിതം ജീവിതം, നമ്മൾ നമ്മളുടെ ജീവിതം ജീവിക്കുന്നു. എനിക്കെൻ്റെ ഫ്രീഡം ഉണ്ട്, എൻ്റെ ആരെ കെട്ടണം. ഇങ്ങനത്തെ ആൾക്കാരുടെ ബേസിക് പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ IQ ലെവല് അല്ലെങ്കിൽ ജനറൽ നോളജ് ഇതൊക്കെ വളരെ കുറവാണ്. ഇവർക്ക് ലോകം എന്താണെന്ന് ഇവരെ കണ്ടിട്ടില്ല. ചിലരുണ്ടാവും നമ്മുടെ നാട്ടിൽ നിന്ന് ദുബായ് വരെ മാത്രം പോയവരുണ്ട്. ദുബായിൽ ചെന്നിട്ട് പിന്നെ കുറേ ഫിലിപ്പീനുകളും കറുത്ത ആൾക്കാരെയും അവരൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് അമ്പരന്ന് പോയ, അവരുടെ ഭക്ഷണ രീതികളൊക്കെ കണ്ടിട്ട് അമ്പരന്ന് പോയ ആൾക്കാരുണ്ട്. എന്നാൽ ലോകം വെറും കേരളം മുതൽ ദുബായ് വരെ അല്ല, നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല ടൈപ്പ് ആൾക്കാരുണ്ട്. നിങ്ങൾക്കറിയോ, നമ്മുടെ ഇന്ത്യയിൽ സിദ്ധി ട്രൈബ് എന്ന് പറഞ്ഞ ആൾക്കാർ
ഇത്യോപ്യയിൽ നിന്ന് വന്നിട്ട് ഇന്ന് അവർ ഇന്ത്യക്കാരാണ്. അവർ നമ്മുടെ തന്നെ ഇന്ത്യയിൽ ഗുജറാത്തിലും ആന്ധ്രയിലും കർണാടകയിലും അവർ താമസിക്കുന്നുണ്ട്. ഇന്ത്യക്കാരായിട്ട് കറുത്ത ആഫ്രിക്കൻസ്, അതുതന്നെ ആഫ്രിക്കൻസ് ഇന്ന് ഇന്ത്യക്കാരായിട്ട് അവർ താമസിക്കുന്നുണ്ട് ഇവിടെ. അതുമാതിരി തന്നെ ആംഗ്ലോ ഇന്ത്യൻസ് ഉണ്ട്. അവരെ കണ്ട ഫുള്ള് നമ്മൾക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ വെള്ളക്കാരാന്നാ. എന്നാൽ അവർ വെള്ളക്കാരല്ല, അവർ ആംഗ്ലോ ഇന്ത്യൻസാണ്. ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്ത് തന്നെ നമ്മൾക്ക് കുറേ പഠിക്കാനുണ്ട്. നിങ്ങളുടെ IQ ലെവലൊന്ന് കൂട്ടാൻ നോക്ക്. ഇത് പറയാണ്ട് ഞാൻ ആദ്യം വിചാരിച്ചു ഇതിനെപ്പറ്റി എന്നൊരു ടോപ്പിക്ക് പറയില്ല, എനിക്ക് ഇതിനെപ്പറ്റി തർക്കിക്കാൻ ഇനിയൊരു ക്ഷമയില്ല. പക്ഷെ പറ്റിയില്ല. എനിക്ക് ആ 2 ദിവസം കൊണ്ട് ആ കമൻ്റ് എൻ്റെ തലയിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണം, മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനെപ്പറ്റി റിയാക്ട് ചെയ്യണം. അറ്റ്ലീസ്റ്റ് നമ്മളുടെ വക അറ്റ്ലീസ്റ്റ് ഒന്ന് അവരൊന്ന് എഡ്യൂക്കേറ്റ് ചെയ്യണം. ദാറ്റ് ദി വേൾഡ് ഈസ് വെരി ബിഗ്, നോട്ട് ലൈക്ക് യുവർ ബ്രെയിൻ വിച്ച് ഈസ് സോ സ്മോൾ. ഇത് അവിടെ കണ്ട കുട്ടികൾ കളിക്കാണ്. അതിലിത് ഒരു സർദാർ കുട്ടിയുണ്ട്. ഇത് കണ്ട, ഇപ്പോൾ കാണാം നിങ്ങൾക്ക്, കണ്ട? എന്നാൽ ഇവർ സർദാറല്ല. ഇതൊക്കെ നമ്മുടെ ഇന്ത്യയിൽ പെട്ട ആൾക്കാരല്ലേ അല്ലേ? ഇത് തന്നെ നിങ്ങൾ കണ്ടത് ഒരു സർദാർ കുട്ടി ബാക്കിയുള്ള കുട്ടികളുടെ ഒപ്പം കളിക്കുന്നു. ഇത് അവിടെ തൊട്ടപ്പുറത്തന്നെ ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാർ, ചെക്കന്മാർ അവിടെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. ഞാൻ പാർക്കിൽ നിന്നുണ്ട് സംസാരിക്കണം. ഇപ്പം അവിടെ കുറേ നോർത്ത് ഈസ്റ്റ് ആൾക്കാരുണ്ട്. അതിൽ മിസോറാം നിന്നും ആവാം, ആസാം നിന്നും ആവാം, പിന്നെ മണിപ്പൂർ നിന്നും ആവാം. നോർത്ത് ഈസ്റ്റിൽ തന്നെ 7 സിസ്റ്റേഴ്സ് എന്നാണ് പറയുന്നത്. ആ സ്റ്റേറ്റിനെ, നോർത്ത് ഈസ്റ്റിൻ്റെ സ്റ്റേറ്റ്സിനെ 7 സിസ്റ്റേഴ്സ് എന്നാണ് പറയുന്നത്. അതറിയോ നിങ്ങൾക്ക്? 7 ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്, 7 ബ്യൂട്ടിഫുൾ സിസ്റ്റേഴ്സ് എന്നാണ് പറയുന്നത്. നോർത്ത് ഈസ്റ്റിനെ 7 സിസ്റ്റേഴ്സ്. അവിടെ തന്നെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ലോകം തന്നെ മാറും. അവരെ എല്ലാവരും നമ്മൾ ചൈനക്കാരെന്നാണ് പറയുക. അവർക്ക് തന്നെ വിഷമമുണ്ട് നമ്മുടെ ആൾക്കാർ അവരെ ഇങ്ങനെ വിളിക്കുന്നത്. ഇന്ന് ഡൽഹിയിൽ അത് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്, അറിയോ? എന്നാൽ നമ്മുടെ കേരളത്തിൽ അത് കുറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോഴും ഇങ്ങനത്തെ കമൻറ്റ്സ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഏറ്റവും വിഷമമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളം 100% ലിറ്ററേറ്റ് എന്ന് പറയുന്നത് എവിടെ ഇപ്പോഴും ആയിട്ടില്ല. നമ്മുടെ ഈ കേരളത്തിലുള്ള ആൾക്കാരാണ് ഇങ്ങനത്തെ കമൻറ്റ്സ് ഇടുന്നത്. ഞാൻ ഇന്ന് ഐ ആം പ്രൗഡ് ടു ബി എ മലയാളി, proud to be an Indian, and I get comments like this. I feel so എന്താണ് പറയുക, embarrassed. ലൈക്ക് ഇങ്ങനത്തെ ആൾക്കാർ ഇന്നും ഉണ്ടോ 2025? ഈവൻ നമ്മളുടെ പൊളിറ്റിക്കൽ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മൾക്ക് റിലീജിയസ് ആയിട്ടുള്ള വാറും പ്രശ്നങ്ങളുമായിട്ട് നമ്മളിപ്പോഴും ഇതിൻ്റെ പിന്നാലെയാണ് നടക്കുന്നത്. അല്ലാണ്ട് നമ്മുടെ രാജ്യത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനല്ല. ചൈന ഇപ്പോൾ മുമ്പിലെത്തി. ചൈന DeepSeek വരെ ഉണ്ടാക്കി തുടങ്ങി, AI. നമ്മളെവിടെ? ബിക്കോസ് മെൻറ്റാലിറ്റി ഇങ്ങനെയാണ് നമ്മളുടെ. അതുകൊണ്ടാണ്. സോ ഗൈസ്, നിങ്ങളെൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് വെച്ചാൽ നിങ്ങൾ പറ, ഞാൻ ഈ പോയിൻ്റ് ഔട്ട് ചെയ്തത് ഇതിനെപ്പറ്റി പറയണത് ശരിയാണോ തെറ്റാണോ? ഇഫ് യു തിങ്ക് വാട്ട് ദിസ് പേഴ്സൺ ഹാസ് റിട്ടൺ ഓൺ മൈ വീഡിയോ, ഞാൻ അയാളോട് തന്നെ പറയണു, പ്ലീസ് സഹോദര, ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല. ബട്ട് ഇഫ് യു തിങ്ക് യു വാണ്ട് ടു ബി സ്പെയർഡ് ബൈ അതർ പീപ്പിൾ, നിങ്ങളുടെ ചിന്താഗതി മാറ്റം എന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ചെന്നിട്ട് ഡിലീറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഇഫ് യു വാണ്ട് ടു ഒഫൻഡ് ദാറ്റ്, യു ക്യാൻ കം ആൻഡ് ചാറ്റ് വിത്ത് മീ ഓൺ ദിസ്. ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് പറയാം. ഞാൻ പറയണത് നിങ്ങളുടെ ആയിട്ട് മേ ബി മാച്ച് ചെയ്യേണ്ടതായിരിക്കും. പക്ഷേ നമ്മൾ മറ്റുള്ളൊരു കമ്മ്യൂണിറ്റീനെ പറ്റിയിട്ട്, അവരുടെ ഭക്ഷണത്തിനെ പറ്റിയിട്ടും പിന്നെ അവരുടെ കൾച്ചറിനെ പറ്റിയിട്ടും പറയുന്നത് തെറ്റല്ലേ? നിങ്ങൾ ശരിയാണോ? ഹൗ ഗുഡ് ആർ യു? അത് പറ ആദ്യം. എന്നിട്ട് നിങ്ങൾ മറ്റുള്ളവരെ പറ്റിയിട്ട് പറ. നിങ്ങളുടെ ഭക്ഷണ രീതിയും നിങ്ങളുടെ രീതിയും ശരിയാണോ? 100% ശരിയാണോ? എക്സ്ട്രീമിസത്തിൽ നമ്മൾ ഒരിക്കലും പോകാൻ പാടില്ല. എന്തായാലും ശരി, എക്സ്ട്രീമിസം ഈസ് ഡേഞ്ചറസ്. വേണ്ട, മഴയും കൊടും കാറ്റും വന്നെടുത്ത് മരങ്ങളൊക്കെ വീണെടുക്കണം ഇവിടെ. ഞാനെൻ്റെ ഈവനിങ് വാക്കിന് വേണ്ടി വന്നാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട്, ഈ ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാൻ ഞാൻ 2 ദിവസമായി പിടിച്ചു വെച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങളാരെങ്കിലും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്ന് വെച്ചാലും പിന്നെ എന്താണ് പറയുക, വിഷമിപ്പിച്ചെന്ന് വെച്ചാലും പ്ലീസ് ഐ എം സോറി. എൻ്റെ തിങ്കിങ് എടുത്താണ്. അതുമായിട്ടുള്ള തിങ്കിങ്ങിനെ പറ്റിയിട്ട് എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. സോ ഇഫ് യു അഗ്രി വിത്ത് മീ ഓർ ഇഫ് യു ഡു നോട്ട് അഗ്രി വിത്ത് മീ, please do let me know in the comment box that what you do and what you are, your culture is better than others' culture. എൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ബുട്ട കുരങ്ങും കൊണ്ടുപോയി കയ്യിൽ നിന്ന്. വേറൊരെണ്ണം കൂടി മേടിക്കാൻ മേടിച്ചു.
नहीं लगता कि चलिए हमारा भुट्टा जलेगा भी नहीं और पूरा अंदर तक पक जाएगा। हम इस तरह से बनाते हैं। നേരത്തെ മേടിച്ച പുട്ട കയ്യിൽ നിന്ന് കുരങ്ങൻ കൊണ്ടുപോകും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ